അരുണും മീരയും ഒരു ഐ.ടി. കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. ഒരേ പ്രോജക്റ്റിൽ ഒന്നിറ്റ് ജോലി ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അവർ പരിചയപ്പെടുന്നത്. അരുൺ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന, അധികം ആരോടും സംസാരിക്കാത്ത ആളായിരുന്നു. എന്നാൽ മീര എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കുന്ന, എപ്പോഴും ഊർജ്ജസ്വലയായ പെൺകുട്ടിയായിരുന്നു. തുടക്കത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമായിരുന്ന അവരുടെ സംസാരം പതുക്കെ വ്യക്തിപരമായ വിശേഷങ്ങളിലേക്ക് വഴിമാറി. ഒരു ദിവസം ഓഫീസിലെ കടുത്ത ജോലിഭാരം കാരണം മീര വല്ലാതെ തളർന്നിരുന്നു. അർദ്ധരാത്രി വരെ ജോലി ചെയ്യേണ്ടി വന്ന അന്ന് അവൾ പോലും അറിയാതെ അരുൺ അവൾക്ക് വേണ്ടി കാപ്പിയുമായി അരികിലെത്തി. അന്നത്തെ ആ രാത്രിയിലെ സംസാരമാണ് അവരുടെ സൗഹൃദത്തിന്റെ വഴിത്തിരിവായത്. തന്റെ ജീവിതത്തിലെ വലിയ സങ്കടങ്ങളും സ്വപ്നങ്ങളും അവൾ അവനോട് പങ്കുവച്ചു. അരുണിന്റെ ജീവിതത്തിൽ അതുവരെ ആരും തരാത്ത ഒരു സമാധാനവും സന്തോഷവും മീരയുടെ സാന്നിധ്യം അവന് നൽകിത്തുടങ്ങി. പാഠം 3. പ്രണയത്തിന്റെ നിശബ്ദത. മാസങ്ങൾ കടന്നുപോയി. ഓഫീസിലെ എല്ലാവർക്കും അറിയാമായിരുന്നു അവർക്കിടയിൽ എന്തോ ഒന്നുണ്ടെന്ന്. പക്ഷെ ഇരുവരും അത് പരസ്പരം തുറന്നു പറഞ്ഞിരുന്നില്ല. വാക്കുകളാൽ പറയുന്നതിനേക്കാൾ വലിയൊരു പ്രണയം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. മീരയ്ക്ക് സുഖമില്ലാത്ത ദിവസങ്ങളിൽ അരുണിന്റെ ശ്രദ്ധയും, അരുൺ ദേഷ്യപ്പെടുമ്പോൾ മീരയുടെ ആശ്വസിപ്പിക്കലുകളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. താൻ മീരയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അരുൺ തിരിച്ചറിഞ്ഞു. എന്നാൽ അവൾക്ക് തന്നോട് ആ ഒരു ഇഷ്ടമുണ്ടോ എന്ന് അവന് ഉറപ്പില്ലായിരുന്നു. പാഠം 4. ആ വലിയ തുറന്നുപറച്ചിൽ. ഒരു ദിവസം മീരയ്ക്കും മറ്റൊരു വലിയ കമ്പനിയിൽ നിന്ന് ഓഫർ ലഭിച്ചു. അവൾക്ക് ആ ജോലി സ്വീകരിച്ച് ബാംഗ്ലൂരിലേക്ക് മാറേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ അരുണിന്റെ നെഞ്ച് തകർന്നുപോയി. അവൾ പോകുന്നതിന്റെ തലേദിവസം ഓഫീസ് ടെറസിൽ വെച്ച് അവർ സംസാരിക്കുകയായിരുന്നു. ആകാശം നിറയെ നക്ഷത്രങ്ങളുള്ളൊരു രാത്രിയായിരുന്നു അത്. മീര ചോദിച്ചു, "ഞാൻ പോകുന്നതിൽ അരുണിനൊരു വിഷമമില്ലേ?" അരുൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, "നീ പോയാൽ എന്റെ ഈ ലോകം ശൂന്യമാകും മീര. കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്." പാഠം 5. ശുഭകരമായ നാളെ. അരുണിന്റെ ആ വാക്കുകൾ കേട്ടതും മീരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കൈകൾ ചേർത്തു പിടിച്ചു. "ഈ വാക്കുകൾ കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നുവെന്നറിയാമോ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല," അവൾ പറഞ്ഞു. അവൾ ആ വലിയ ജോലി വേണ്ടെന്നു വെച്ചിരുന്നു, അരുണിനൊപ്പം ജീവിക്കാൻ വേണ്ടി. ഇന്നവർ ഒന്നിച്ചൊരു പുതിയ ജീവിതം നയിക്കുകയാണ്. പരസ്പരം വിശ്വസിക്കാനും കൂടെ നിൽക്കാനും ഒരാളുണ്ടെങ്കിൽ പ്രണയം എന്നും ഒരു വസന്തമായിരിക്കുമെന്ന് അവരുടെ ജീവിതം തെളിയിക്കുന്നു. ദേവനും അഞ്ജലിയും ട്രെയിൻ യാത്രകൾക്കിടയിലാണ് പരിചയപ്പെടുന്നത്. ദിവസവും രാവിലെ ഒരേ സമയത്തുള്ള ആ യാത്ര വലിയൊരു സൗഹൃദത്തിലേക്കാണ് വഴിമാറിയത്. ദേവൻ വലിയൊരു ചിത്രകാരനാകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അഞ്ജലിയാകട്ടെ സാഹിത്യത്തെ ഒരുപാട് സ്നേഹിക്കുന്ന പെൺകുട്ടിയും. ട്രെയിനിന്റെ ജനലോരത്തിരുന്ന് അവർ പുസ്തകങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു. ആ യാത്രകൾ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമായി മാറി. ഭാഗം 2. മൗനത്തിന്റെ ഭാഷ. ദേവന്റെ ക്യാൻവാസിൽ പതുക്കെ പതുക്കെ അഞ്ജലിയുടെ മുഖം നിറയാൻ തുടങ്ങി. അവൻ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും അവളുടെ കണ്ണുകളിലെ തിളക്കമുണ്ടായിരുന്നു. എന്നാൽ അഞ്ജലി അതൊന്നും അറിയാത്ത ഭാവത്തിലാണിരുന്നിരുന്നത്. അവരുടെ പ്രണയം വാക്കുകളിലല്ല, പരസ്പരം കൈമാറുന്ന പുസ്തകങ്ങളിലും ചെറിയ പുഞ്ചിരികളിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം ദേവൻ വരച്ച ഒരു ചിത്രം അവൾക്ക് സമ്മാനിച്ചു. തന്റെ പ്രിയപ്പെട്ട ഒരു പുസ്തകം വായിച്ചിരിക്കുന്ന അഞ്ജലിയുടെ ചിത്രമായിരുന്നു അത്. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാഗം 3. അപ്രതീക്ഷിത അകൽച്ച. പെട്ടെന്നാണ് അഞ്ജലിയുടെ അച്ഛന് മറ്റൊരു നഗരത്തിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. അതോടെ അവൾക്ക് ആ നാട്ടിൽ നിന്നും പോകേണ്ടി വന്നു. തങ്ങൾ പിരിയാൻ പോകുന്നു എന്ന സത്യം രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പോകുന്നതിന് തലേ ദിവസം അവർ എപ്പോഴും ഇരിക്കാറുള്ള ആ പഴയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരുടെയും ഉള്ളിൽ പറയാൻ കരുതിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സങ്കടം കാരണം അവർക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ട്രെയിൻ വന്ന് ഹോൺ മുഴക്കിയപ്പോൾ ഒന്നും പറയാതെ അവൾ യാത്രയായി. ഭാഗം 4. നീണ്ട കാത്തിരിപ്പ്. വർഷങ്ങൾ 5 കഴിഞ്ഞു. അവർക്കിടയിൽ യാതൊരുവിധ ബന്ധവുമുണ്ടായിരുന്നില്ല. ദേവൻ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ചിത്രകാരനാണ്. എങ്കിലും അവന്റെ മനസ്സ് ഇപ്പോഴും ആ പഴയ ട്രെയിൻ യാത്രകളിലായിരുന്നു. തന്റെ ആദ്യത്തെ വലിയ ചിത്രപ്രദർശനം, ആർട്ട് എക്സിബിഷൻ, അവൻ കൊച്ചിയിൽ വെച്ച് നടത്തി. അവിടെയെല്ലാം അവൻ വരച്ച അഞ്ജലിയുടെ ചിത്രങ്ങളായിരുന്നു. ആ പ്രദർശനത്തിന്റെ അവസാന ദിവസം ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് ഒരാൾ നിൽക്കുന്നത് ദേവൻ കണ്ടു. അത് അഞ്ജലിയായിരുന്നു. ഭാഗം 5.
ഒന്നിച്ച നിമിഷം. അവളുടെ കണ്ണുകൾ ആ ചിത്രങ്ങളിൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ദേവൻ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവൻ വിളിച്ചപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. "നീ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലേ ദേവ?" അവൾ ചോദിച്ചു. ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പഴയ ഡയറി എടുത്തു. അതിൽ അവൾ അവന് തന്ന ഒരു കരിയിലയുണ്ടായിരുന്നു.